എന്റെ രാജി, അതൊന്നും താൻ അവളോട് പറയരുത്. ഇപ്പൊ തന്നെ ഇവളുടെ അമ്മച്ചി കുത്തിപ്പൊക്കി ആയിരിക്കും പൊന്നുമോള് കോളേജിൽ പോകാൻ ഒരുങ്ങിയത് തന്നെ. തന്തു, എന്നെ വിളിക്കണ്ട, നീ കള്ളത്തരം കാണിച്ചിട്ടല്ലേ? അപ്പച്ചൻ അത് ചോദിക്കുമ്പോൾ അവൾ ഒന്നുകൂടി മുഖം വീർപ്പിച്ചു നിന്നു. എന്റെ രാജി, നിനക്കറിയാവോ, ഇന്ന് പരീക്ഷയാണ്, മറ്റേതാണ്, മറിച്ചതാണ് എന്നൊക്കെ പറഞ്ഞു വരും. അമ്മച്ചി രാവിലെ 6 മണിക്ക് തന്നെ ഇവളെ പിടിച്ചു പൊക്കും പഠിക്കാൻ വേണ്ടിയിട്ട്. അവൾ അടുക്കളയിലോട്ട് പോകേണ്ട താമസം തലവഴി പുതപ്പുമിട്ട് ഇവള് വീണ്ടും കിടക്കും. പിന്നെ എന്നാ പറയാനാ, ആ പാവത്തിനെ കൊണ്ടാണ് ആ പണി മുഴുവൻ ചെയ്യിക്കുന്നത്. അയ്യേ, മോശം മോശം. ഞാൻ മിലിയെക്കുറിച്ച് ഇങ്ങനൊന്നുമല്ല കേട്ടോ വിചാരിച്ചത്. നാളെ വല്ല വീട്ടിലും ചെന്ന് കയറാനുള്ളതല്ലേ. ഇങ്ങനെ രാവിലേക്ക് കിടന്നുറങ്ങിയാൽ എങ്ങനെ ശരിയാവാനാ എൻ്റെ കൊച്ചേ? ഇപ്പൊ തന്നെ ഞാനൊക്കെ രാവിലെ 4:30 വീട്ടിൽ നിന്ന് ഇറങ്ങുന്നതാ. ഇനി തിരിച്ചു ചെന്ന് കയറുമ്പോൾ ഒരു സമയമാകും. എന്നിട്ട് എന്റെ കുഞ്ഞുങ്ങളുടെ കാര്യവും എല്ലാം കൂടി ആകുമ്പോൾ തലയ്ക്ക് ഭ്രാന്ത് പിടിക്കും. ഇതാണ് രാജേച്ചി ഞാനും പറഞ്ഞു വരുന്നത്. കല്യാണത്തിന് മുമ്പ് സ്വന്തം വീട്ടിൽ നിൽക്കുമ്പോൾ മാത്രമേ ഇങ്ങനെ അന്തവും കുന്തവും ഇല്ലാതെ കിടന്നുറങ്ങാൻ പറ്റൂ. അതൊക്കെ ഇപ്പോഴേ കളയണമെന്നൊക്കെ പറഞ്ഞാൽ ഇച്ചിരി കഷ്ടമല്ലേ? കഷ്ടമല്ലേ കുഷ്ടം. ശരി ശരി, കോളേജ് സ്റ്റോപ്പ് എത്തി. ഇനിയെങ്കിലും പോയി 4 അക്ഷരം മര്യാദയ്ക്ക് പഠിക്കാൻ നോക്ക്. ആയിക്കോട്ടെ പിതാജി. അതും പറഞ്ഞ് അവൾ ബസ്സിൽ നിന്നിറങ്ങി കോളേജിലേക്ക് നടന്നു. അവൾക്ക് പിന്നാലെ തന്നെ ഒരു നിഴൽ പോലെ അപ്പോഴും അവനുണ്ടായിരുന്നു. നിന്നെയൊക്കെ എന്തിനു കൊള്ളാമടാ? ഇത്തിരി പോന്ന നരുന്ത പെണ്ണിനെ ആ വഴി വെച്ച് തീർക്കാതെ അവളുടെ കോപ്പിലെ വർത്തമാനം പറയുന്നു. മേഡം, ഞാൻ മിണ്ടരുത്. നീയൊക്കെ അഡ്വക്കേറ്റ് വേദ സ്വാമിനാഥനെ വിളിച്ച് അവന്മാരുടെ ജാമ്യത്തിന്റെ കാര്യം നോക്ക്. അതൊക്കെ നിന്നെ കൊണ്ടൊക്കെ നടക്കൂ. മിലാന ഇസഹാക്ക്, ഇത് രണ്ടും ഞാൻ വേണ്ടത് ചെയ്തോളാം. അത് പറഞ്ഞ് മറുവശത്ത് കോൾ കട്ടാകുമ്പോൾ നെഞ്ചിൽ കൈവച്ചു പോയിരുന്നു ഷാജി മുരുകനും. പ്രധാന വാർത്തകൾ. മഹാരാജാസ് കോളേജ് വിദ്യാർത്ഥിനി മെഹസ സൈനുദ്ദീന്റെ കൊലപാതക കേസിന്റെ വിധി ഇന്ന് ഹൈക്കോടതിയിൽ. ഹലോ ലക്ഷ്മി, ഇപ്പോൾ അവിടെ എന്താണ് നടന്നുകൊണ്ടിരിക്കുന്നത്? ഹലോ മീന, കേൾക്കാമോ? ഞാനിപ്പോൾ നിൽക്കുന്നത് എറണാകുളം ഹൈക്കോടതിയിലാണ്. എറണാകുളം ഹൈക്കോർട്ടിൽ പത്രക്കാർ, ചാനലുകാർ, രാഷ്ട്രീയക്കാർ, മറ്റ് സാമൂഹിക പ്രവർത്തകർ എന്നിവരെ കൊണ്ട് നിറഞ്ഞിരുന്നു. ഓരോ നിമിഷവും കഴിയും തോറും ജനത്തിരക്കം വർദ്ധിച്ചു വരികയാണ്. ആ തിരക്ക് നിയന്ത്രിക്കാൻ പോലീസ് വളരെയധികം കഷ്ടപ്പെടുകയും ചെയ്യുന്നുണ്ട്. ഇന്നാണ് മഹാരാജാസ് കോളേജിലെ സ്റ്റുഡന്റായ മെഹസ എന്ന വിദ്യാർത്ഥിനിയുടെ മർഡർ കേസിന്റെ വിധി പ്രഖ്യാപിക്കുന്നത്. മീന, ഇപ്പോൾ പ്രതികളെ അകത്തേക്ക് കൊണ്ടുപോകാനായിട്ടുള്ള പ്ലാനിങ്ങിലാണ് പോലീസുകാർ. ജനത്തിരക്ക് നിയന്ത്രിക്കാൻ അവർ പരമാവധി ശ്രമിക്കുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പ്രതികളെ പോലീസ് അകത്തേക്ക് കൊണ്ടുപോകുന്ന ദൃശ്യങ്ങളാണ്. പ്രതികളെന്ന് സംശയിക്കുന്ന അതേ കോളേജിലെ തന്നെ സീനിയർ വിദ്യാർത്ഥികളായ അനിരുദ്ധ് 22 വയസ്സ്, വിശാൽ 20, ധീരജ് 19 വയസ്സ് എന്നിവരെ പോലീസ് ആളുകളെ വകഞ്ഞു മാറ്റി കോടതിക്കകത്തേക്ക് പ്രവേശിപ്പിക്കുകയാണ്. പെട്ടെന്ന് ഒരാൾ ആൾക്കൂട്ടത്തിന് നടുവിൽ നിന്ന് അവരുടെ മുന്നിലേക്ക് എടുത്തു ചാടി വീണത്. പോലീസുകാർ അയാളെ തടയാനും പ്രതികളെ സംരക്ഷിക്കാനും നോക്കുന്നുണ്ട്. പോലീസുകാരുടെ കയ്യിൽ കിടന്ന് കുതിർപ്പോഴും അവൻ ആ 3 പേരുടെ നേരെ ചീറി. നീയൊക്കെ എന്തിനാണ് ഞങ്ങളുടെ മെഹസയോട് ഇങ്ങനെ ചെയ്തത്? ഏത് കോടതി നിന്നെയൊക്കെ വെറുതെ വിട്ടാലും ഈ ഫൈസൽ അൻസാരി നിന്നെയൊക്കെ വെറുതെ വിടാൻ പോകുന്നില്ല. നീയൊക്കെ കാത്തിരുന്നോ? പോലീസുകാർ അവനെ അവിടെ നിന്ന് പിടിച്ചു മാറ്റി. അങ്ങനെ 12 മണിയോടെ മെഹസയുടെ മർഡർ കേസിന്റെ വിധി വന്നു. കോട്ടയം മഹാരാജാസ് കോളേജിലെ 2ാം വർഷ വിദ്യാർത്ഥിനിയാണ് മെഹസ. അതേ കോളേജിലെ തന്നെ സീനിയർ സ്റ്റുഡൻസ് ആണ് വിശാൽ, അനിരുദ്ധ്, ധീരജ് എന്നിവർ. മെഹസ പഠിക്കാൻ വന്ന സമയം മുതൽ ഈ 3 പേര് നിരന്തരം ശല്യം ചെയ്യുകയും അവർക്കെതിരെ മെഹസ പരാതി നൽകുകയും ചെയ്തതോടെ മെഹസയോട് അവർക്ക് വൈരാഗ്യം വരികയും തുടർന്ന് മെഹസ ഉപദ്രവിക്കുകയും ചെയ്യുന്നത് ശീലമായി. ഇതിനെ മെഹസ ശക്തമായി എതിർത്തതോടെ വിശാൽ, നീരജ്, അനിരുദ്ധ് എന്നിവർ കൂട്ടബലാത്സംഗം ചെയ്യുകയും കൊലപ്പെടുത്തുകയും ചെയ്തു എന്നതാണ് കേസ്. ഈ കേസിലെ വിധി 360 പേജുകൾ ഉള്ളതിനാൽ അതിലെ പ്രധാന ഭാഗങ്ങൾ മാത്രമാണ് ഇവിടെ പറയുന്നത്. 2022 ജനുവരി 7-ാം തീയതി കോട്ടയം മഹാരാജാസ് കോളേജിൽ 2ാം വർഷ വിദ്യാർത്ഥിനി മെഹസ വളരെ ദാരുണമായി കൂട്ടബലാത്സംഗത്തിനും അതിനെ തുടർന്ന് കൊല്ലപ്പെടുകയും ചെയ്തു. പ്രോസ്റ്റിറ്റ്യൂഷൻ ഹാജരാക്കിയ വിശാൽ, അനിരുദ്ധ്, ധീരജ് എന്നിവർ തന്നെയാണ് മെഹസ കേസിലെ പ്രതികളെന്ന് ഇവിടെ നടന്ന വാദപ്രതിവാദങ്ങളിൽ നിന്നും ഇവിടെ നിരത്തിയ തെളിവുകളിൽ നിന്നും മനസ്സിലായതിനാൽ പ്രതികൾക്ക് 14 വർഷം കഠിന തടവും 5 ലക്ഷം രൂപ പിഴയും ഈ കോടതി ഉത്തരവിടുന്നു. കൂടാതെ ഈ കേസ് ഇത്രയും വേഗം വിജയകരമായി അന്വേഷിച്ച ആൻഡ്രി IPSനോട് ഈ കോടതി പ്രത്യേക അഭിനന്ദനങ്ങൾ ഈ അവസരത്തിൽ അറിയിക്കുന്നു. കുരിശിങ്കലിൽ മൈക്കിൾ ഇതെല്ലാം വാർത്തയിലൂടെ കണ്ടുകൊണ്ട് കസേരയിൽ ചാരിയിരുന്നു. അപ്പോഴാണ് അടുത്ത ന്യൂസ്. പെട്ടെന്നാണ് അടുക്കളയിൽ നിന്ന് പെണ്ണുങ്ങളും മൈക്കിളപ്പനുമെല്ലാം ഒരേപോലെ TV-യിലേക്ക് നോക്കുന്നത്.
പ്രധാന വാർത്തകൾ. കഴിഞ്ഞ കുറച്ചു ദിവസമായി കാണാതായ ന്യൂസ് റിപ്പോർട്ടർ പല്ലവിയുടെ വലത് കൈ ഉപേക്ഷിക്കപ്പെട്ട രീതിയിൽ മിനിയേച്ചർ ആൻഡ് കരഭാഗത്തോട് ചേർന്ന് അയ്മാന പുള്ളിക്കുറ്റിശ്ശേരിയിൽ നിന്ന് കിട്ടി. അതുപോലെ തന്നെ അവിടെ നിന്ന് 3 കിലോമീറ്റർ അപ്പുറം റോഡ് സൈഡിൽ രക്തം തളം കെട്ടി കിടക്കുന്നു. ഈ കേസിന്റെ അന്വേഷണം സൂര്യവംശിയാണ് ഏൽപ്പിച്ചിരിക്കുന്നത്. ഫോറൻസിയിൽ നിന്നും അദ്ദേഹത്തെ അസിസ്റ്റന്റ് ചെയ്യുന്നത് ശ്രീദേവ് കൃഷ്ണയാണ്. ഇതുവരെ ഇവർ രണ്ടുപേരും ചേർന്ന എല്ലാ കേസുകളും വിജയമായിരുന്നു. ഇവരെ തേടിയെത്തിരിക്കുന്ന പ്രധാന കേസാണ് പല്ലവി കൊലക്കേസ്. ഇത് ഇവരുടെ ഭാവിയിൽ തന്നെ ഒരു സുപ്രധാന കേസാണെന്ന് പലരും അഭിപ്രായപ്പെടുന്നു. പല്ലവി പ്രായം 30, അച്ഛനും അമ്മയും ഇല്ല, കുടുംബ പാർട്ട്ണർ അനാർക്കലി, ജോലി 24 ന്യൂസിലെ ഇൻവെസ്റ്റിഗേറ്റീവ് ജേർണലിസ്റ്റ്. അങ്ങനെ സൂര്യൻ ദേവും പുതിയ കേസ് ഏറ്റെടുത്തു കഴിഞ്ഞു. പല്ലവി മർഡർ കേസ്. സൂര്യ ആ ഫയൽ ഒന്നുകൂടി തുറന്നു നോക്കി. ചുരുണ്ട മുടിയും തീക്ഷ്ണമായ കണ്ണുകളോടും കൂടിയവൾ. അവളുടെ കണ്ണിൽ ഒരു അഗ്നി തന്നെ ഒളിഞ്ഞിരിക്കുന്നത് പോലെ സൂര്യയ്ക്ക് തോന്നി. അവളുടെ കണ്ണിലെ അഗ്നി തന്നെ ഈ കേസിന് തെളിച്ചമേകുമെന്ന് പറഞ്ഞുകൊണ്ട് സൂര്യ ആ ഫയൽ ക്ലോസ് ചെയ്തു. ആ സമയം തന്നെ അവരുടെ വണ്ടി പല്ലവിയുടെ കൈ കിട്ടിയിരുന്ന സമീപത്തേക്ക് എത്തിയിരുന്നു. ഇരുവരും കാറിൽ നിന്നിറങ്ങി. അവിടെ നിറയെ ആൾക്കൂട്ടമുണ്ടായിരുന്നു. അവരെയെല്ലാം പോലീസ് തടഞ്ഞു നിർത്തിയിരിക്കുകയാണ്. അങ്ങനെ ദേവും സൂര്യയും തെളിവുകൾ എടുക്കാൻ ബ്ലഡ് കോഡ് കിടന്ന സ്ഥലത്തേക്ക് നടന്നു. ദേവ് വിളിച്ചു പറഞ്ഞതനുസരിച്ച് അവന്റെ അസിസ്റ്റന്റ് ആതിരയും എത്തിയിരുന്നു. അവിടെ നിന്ന് ബ്ലഡ് സാമ്പിൾ എടുത്തു. കൂടാതെ ഫുട് പ്രിന്റ്, അങ്ങനെയെല്ലാം അവിടെ നിന്ന് കിട്ടി. അപ്പോഴാണ് ആരും ശ്രദ്ധിക്കാതെ കിടക്കുന്ന ഒരു കാര്യം സൂര്യയുടെ കണ്ണിൽ പെട്ടത്. ചെളിയിൽ മുങ്ങിക്കിടക്കുന്ന ഒരു ചെയിൻ, അതിന്റെ അറ്റത്ത് കിടക്കുന്ന ലോക്കറ്റും. അത് നോക്കിയ ശേഷം ഇരുവരും ഒരു നിഗമനത്തിലെത്തി. ഇതിലെ കല്ലുകൾ ഡയമണ്ട് ആണ്. അതുകൊണ്ട് തന്നെ ഇതൊരു തെളിവാണ്. ഈ കേസിൽ ആദ്യത്തെ തെളിവുകൾ അക്ഷരങ്ങളാണ്, എസും കെയും. അങ്ങനെ ഏറെ നേരം പരിശോധന കഴിഞ്ഞാണ് ഇരുവരും ഓഫീസിലേക്ക് പോകുന്നത്. അപ്പച്ച, ഈ കേസ് വല്ലാത്തൊരു വഴിക്കാണ് പോകുന്നത്. വീണ്ടും പന്ത് സൂര്യയുടെ കോട്ടിൽ തന്നെ എത്തി. എന്റെ മാത്യു, നിനക്കിതല്ലാതെ വേറൊന്നും പറയാനില്ലേ എന്ന് പറഞ്ഞുകൊണ്ട് മൈക്കിളപ്പൻ ആ കസേരയിലേക്ക് മലർന്നിരുന്നു. ഇതൊക്കെ കേട്ടിട്ടും അപ്പൻ എന്താ ടെൻഷൻ ഇല്ലാത്തത്? ആ കോളേജിന്റെ പേര് നമ്മുടെ കുടുംബത്തിന്റെ അന്തസ്സ് തന്നെയാണ്. എടാ ചെറുക്ക, കുടുംബത്തിന്റെ അന്തസ്സും അഭിമാനം എങ്ങും പോകില്ല. അങ്ങനെ ഒരു കളിക്ക് ഈ മൈക്കിള് നിൽക്കില്ല. പിന്നെ കോളേജിലെ കാര്യം, അതൊക്കെ നോക്കാനായിട്ട് എന്റെ ചെറുക്കൻ അവിടെ ഉണ്ട്. നേരത്തെ മേധാ കേസായിരുന്നു, അതവൻ തീർത്തത് നീയൊക്കെ കണ്ണു തുറന്ന് കണ്ടതാണല്ലോ അല്ലേ? ഇതും അവൻ പുഷ്പം പോലെ തന്നെ അങ്ങ് തീർത്തോളും. അപ്പൻ ഇതെന്തോന്ന് ഭാവിച്ചിട്ടാ ഈ പറയുന്ന ചെറുക്കനെ പെണ്ണും കണ്ട് ഏകദേശം കല്യാണം വല്ല ഉറപ്പിച്ചു വെച്ചിരിക്കുമ്പോഴാ അവനെ ഇനി കേസിന്റെ പുറകെ വിടുന്നത്? ഒന്ന് പോയട ഉവ്വേ, കുരിശെങ്കിൽക്കാരുടെ രക്തമാണ് അവന്റെ ദേഹത്തോട് ഓടുന്നത്. അതുകൊണ്ട് അവനെ കളി പഠിപ്പിച്ച് ആരും അങ്ങോട്ട് ചെല്ലണ്ട. അവൻ അറിയാം എന്താ വേണ്ടതെന്നും എപ്പോഴാണ് ചെയ്യേണ്ടതെന്നും. അതുകൊണ്ട് നീ നിന്റെ പണി നോക്കി പോകാൻ നോക്ക്. എടോ അരുണെ, ഈ പല്ലവി ഒരു വള്ളി പോലെ നമ്മളുടെ പിറകെ കൂടിയിരിക്കുവാണല്ലോ. അതെന്താ സാറേ അങ്ങനെ പറഞ്ഞത് എന്ന് ചോദിച്ചുകൊണ്ട് അരുൺ സൂര്യയുടെ ഓപ്പോസിറ്റുള്ള ചെയറിലേക്ക് ഇരുന്നു. പല്ലവി അന്വേഷണ കേസിന്റെ പിറകെ മഹാരാജാസ് കോളേജിൽ നിന്ന് തന്നെ തുടങ്ങാം എന്നല്ലേ നമ്മൾ വിചാരിച്ച്. അപ്പോ ദേ കിടക്കുന്നു ആ പെണ്ണിന്റെ കൈ. ഇനി അടുത്തത് തലയും കാലും ഒക്കെ എപ്പോഴാ കിട്ടുന്നതെന്നറിയില്ല. അതുകൊണ്ട് കേസ് എവിടെ നിന്ന് തുടങ്ങണം എന്നൊരു പിടുത്തവുമില്ല. ഇപ്പോൾ തന്നെ മുകളിൽ നിന്ന് വിളിയാണ്. സാറേ, അത് ഞാൻ സമ്മതിച്ചു. പക്ഷേ ഒരു സംശയം ചോദിക്കട്ടെ? എന്താടോ താൻ ചോദിക്ക്. സാറേ, നമ്മുടെ ഒരു ഇതില് പല്ലവി കാണാതായ അന്ന് തന്നെയല്ലേ അനാർക്കലി അവരെയും കാണാതായത്? എന്നിട്ടിപ്പോൾ എന്താ ബാക്കി കൂടെ പറയടോ? സൂര്യ ബാക്കി കൂടി കൂട്ടിച്ചേർത്തു. അത് പിന്നെ സാറേ, എനിക്കൊരു ഡൗട്ട്. തൽക്കാലം തന്റെ ഡൗട്ട് അവിടെ നിൽക്കട്ടെ. നമുക്കൊന്ന് കോളേജിൽ പോയിട്ട് വരാം. അതിനുള്ളിൽ തനിക്കുള്ള ഉത്തരം കിട്ടും. അത് പോരെ? ഓക്കെ സാർ. ഇസ ക്ലാസ്സിൽ പഠിപ്പിച്ചു തുടങ്ങി. ഫ്രണ്ട് ബെഞ്ചിൽ തന്നെയാണ് മിലി. ഇയാൾക്ക് എന്റെ പേര് കൂടി ഒന്ന് പറഞ്ഞാൽ എന്തായിരുന്നു പ്രശ്നം? ദുഷ്ടൻ. ക്രെഡിറ്റ് മൊത്തം അയാൾക്ക് വേണം. പണിയെടുക്കാനും റിസ്ക് എടുക്കാനും ഞാനും. എന്താ മിലാന, ക്ലാസ്സിൽ ശ്രദ്ധിക്കാതെ ദിവാസ്വപ്നം കാണുവാണോ? അല്ല സാർ. എന്നാൽ ഇവിടെ ശ്രദ്ധിച്ചിരിക്കെ. അല്ല, ചെവി തൂക്കി എറി ഞാൻ നിന്നെ. ഓ, ഇയാൾ ആരാണെന്നാ വിചാരം? എനിക്കും കിട്ടും ഒരു അവസരം, നോക്കിക്കോ എന്ന മനസ്സിൽ പറഞ്ഞുകൊണ്ട് അവന് നേരെ പുച്ഛം വാരി വിതറി അവൾ. അടുത്ത ആഴ്ചയാണ് നിങ്ങൾക്ക് മോഡൽ വെച്ചിരിക്കുന്നത്. റെക്കോർഡ് സൈൻ ഇല്ലാതെ ഒരൊറ്റ ഒരെണ്ണത്തിന് എന്റെ ലാബിന്റെ അടുത്ത് കണ്ടുപോകരുത്. സാറേ, എനിക്ക് താൻ കൂടുതൽ കിടന്ന് അഭിനയിച്ച് തകർക്കണ്ട രാഹുലെ. ഞാൻ അത് സൈൻ ചെയ്യില്ല. പ്ലീസ് സാർ, ഈ ഒരു തവണ മതി. ഇനി ഞാൻ റിപ്പീറ്റ് ചെയ്യില്ല. സാർ പ്ലീസ്, ഒരു തവണ മതി. ഇനി ഞാൻ റിപ്പീറ്റ് ചെയ്യില്ല. രാഹുൽ വീണ്ടും കെഞ്ചി. ഇസ അവന് നേരെ തിരിഞ്ഞു. കയ്യിലുണ്ടായിരുന്ന ചോക്ക് കഷ്ണം മേശപ്പുറത്തേക്ക് വെച്ചു. രാഹുൽ, ഇത് ലാസ്റ്റ് വാർണിംഗ് ആണ്. ലാബ് റെക്കോർഡ് എന്ന് പറയുന്നത് വെറും ഒരു ബുക്കല്ല, താൻ ചെയ്ത പ്രോജക്റ്റിന്റെ പ്രൂഫാണ്. നാളെ വൈകുന്നേരത്തിനുള്ളിൽ ബാക്കി വർക്കുകളെല്ലാം കംപ്ലീറ്റ് ചെയ്ത് എന്റെ സ്റ്റാഫ് റൂമിൽ എത്തിക്കണം. ഇല്ലെങ്കിൽ മോഡൽ എക്സാമിന് പുറത്തിരിക്കാം.
രാഹുൽ സങ്കടത്തോടെയും ദേഷ്യത്തോടെയും തലയാട്ടി സീറ്റിലേക്ക് ഇരുന്നു. മിലി ഇതൊക്കെ കണ്ട് ഉള്ളിൽ ചിരിക്കുകയായിരുന്നു. ഹാ, നന്നായി. ഇയാൾക്ക് എല്ലാവരോടും ഈ സ്വഭാവം തന്നെയാണല്ലോ. അപ്പൊ പിന്നെ എന്നോട് മാത്രം പ്രത്യേകിച്ച് ദേഷ്യമില്ല. പെട്ടെന്നാണ് ഇസയുടെ കണ്ണുകൾ മിലിയുടെ നേരെ നീണ്ടത്. അവൻ പതിയെ അവളുടെ ഡെസ്കിനടുത്തേക്ക് നടന്നു വന്നു. ക്ലാസ്സിലെ ബാക്കി കുട്ടികളെല്ലാം ശ്വാസം അടക്കി പിടിച്ചിരിക്കുകയാണ്. എന്താ മിലാന, മറ്റുള്ളവരുടെ സങ്കടം കണ്ട് സന്തോഷിക്കുകയാണോ? തന്റെ റെക്കോർഡൊക്കെ സബ്മിറ്റ് ചെയ്തോ? ഇസ കൈകൾ കെട്ടി അവളെ നോക്കി ചോദിച്ചു. മിലി പതറാതെ ഇസയുടെ കണ്ണുകളിലേക്ക് നേരെ നോക്കി. ഞാൻ എൻ്റെ വർക്കുകളെല്ലാം കൃത്യമായി ചെയ്യുന്നുണ്ട് സാർ. ആരുടെ ക്രെഡിറ്റ് അടിച്ചുകൊണ്ട് പോകേണ്ട ആവശ്യമൊന്നും എനിക്കില്ല. അവൾ പറഞ്ഞതിൻ്റെ ഉള്ളിലെ അർത്ഥം ഇസയ്ക്ക് കൃത്യമായി മനസ്സിലായി. അവന്റെ ചുണ്ടിൽ ഒരു ചെറു ചിരി വിരിഞ്ഞുവോ. ഗുഡ്, അത് റെക്കോർഡ് ബുക്കിലും കാണണം. അത്രയും പറഞ്ഞ് ഇസ ബോർഡിന്റെ നേരെ തിരിഞ്ഞു. അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക, അടുത്ത ആഴ്ചത്തെ എക്സാമിന് ക്ലാസ് കഴിഞ്ഞ് ബെല്ലടിച്ചതും ഇസ ബുക്കുകളും എടുത്ത് പുറത്തേക്ക് നടന്നു. മിലി വേഗത്തിൽ ബാഗും തൂക്കി അവന് പിന്നാലെ വെച്ചു പിടിച്ചു. സ്റ്റാഫ് റൂമിലേക്കുള്ള കോറിഡോറിൽ വെച്ച് അവൾ അവനെ മറികടന്ന് മുന്നിൽ കയറി നിന്നു. സാറേ, ഒരു മിനിറ്റ്. മിലി ദേഷ്യത്തോടെ കൈകൾ ഇടുപ്പിൽ കുത്തി നിന്നു. ഇസ നടത്തം നിർത്തി അവളെ പുരികമുയർത്തി നോക്കി. എന്താ മിലാന, ക്ലാസ് കഴിഞ്ഞില്ലേ? ഇനി എന്താ? തനിക്ക് എന്താ എന്റെ പേര് അവിടെ പറയാൻ ഒരു ബുദ്ധിമുട്ട്? ആ കേസിലെ റിസ്ക് പിടിച്ച കാര്യമില്ല ചെയ്തത് ഞാനാണ്. എന്തിനേറെ ഡേറ്റ കളക്ട് ചെയ്തത് ഞാനാണ്. റിസ്ക് മൊത്തം എനിക്ക്, ക്രെഡിറ്റ് മൊത്തം സാറിനോ? ഇതാണോ സാറിന്റെ ഒരു മാന്യത? മിലി ശബ്ദം താഴ്ത്തി എന്നാൽ നല്ല ദേഷ്യത്തിൽ ചോദിച്ചു. ഇസ അവളെ നോക്കി ഒന്ന് ആഞ്ഞ് ശ്വാസം എടുത്തു. എന്നിട്ട് ചുറ്റും നോക്കി ആരുമില്ലെന്ന് ഉറപ്പ് വരുത്തിയ ശേഷം അവളിലേക്ക് അല്പം അടുത്തു നിന്നു. മിലാന, തനിക്ക് കാര്യങ്ങൾ വലുതാക്കി കാണാനേ അറിയൂ, ഇസ ശാന്തമായി പറഞ്ഞു. മനസ്സിലായില്ല. അവൾ വിട്ടുകൊടുക്കാൻ തയ്യാറായിരുന്നില്ല. അവന് നേരെ ചോദിച്ചു. മനസ്സിലാക്കാൻ കൂടുതലൊന്നുമില്ല. ആ ഡയറി കൊണ്ടു തന്നത് നീയാ, ഞാൻ സമ്മതിച്ചു. എന്നാൽ അതിലെ കാര്യങ്ങൾ വായിച്ച് അതിൽ നിന്ന് പ്രതിയിലേക്ക് എത്തിയത് എന്റെ മാത്രം കഴിവാ. പിന്നെ വേറൊന്നുകൂടിയുണ്ട്. നീ ഒരു പെൺകുട്ടിയാ. നിന്റെ സേഫ്റ്റി അതെന്റെ ഉത്തരവാദിത്തമാ. നിങ്ങൾ കള്ളനാ. എല്ലാവർക്കും മുന്നിൽ ഒറ്റയ്ക്ക് ഷൈൻ ചെയ്യാൻ വേണ്ടി എന്റെ പേര് നിങ്ങൾ അങ്ങ് വെട്ടി. ഇതല്ലേ സത്യം? ആണോ? ഇസ അവളോട് സോഫ്റ്റായി തന്നെ ചോദിച്ചു. എന്തല്ലേ? അവളും വിട്ടുകൊടുക്കാതെ തന്നെ നിന്നു. എന്റെ കൊച്ചെ, യഥാർത്ഥ പ്രതികൾ ആരാണെന്ന് നിനക്കെന്നല്ല എനിക്ക് പോലും അറിയില്ല. ഇപ്പോൾ കുടുങ്ങിയത് ചെറിയ മീനുകൾ മാത്രമാ. സ്രാവുകൾ ഇനി വലയ്ക്ക് പുറത്താണ്. അങ്ങനെയുള്ളപ്പോ നിന്റെ പേര് ഞാൻ പുറത്തു പറഞ്ഞാൽ എന്താകും അവസ്ഥ? അവിടെ നിന്നെ കൊടുക്കാതിരിക്കാനാണ് ഞാൻ അതിന്റെ ഉത്തരവാദിത്തത്തിൽ ഏറ്റെടുത്തത്. മനസ്സിലായോ? മിലി ഒരു നിമിഷം തരിച്ചുപോയി. അവൻ പറഞ്ഞതിൽ കാര്യമുണ്ടെന്ന് അവൾക്ക് തോന്നി. എങ്കിലും തോറ്റുകൊടുക്കാൻ അവൾ തയ്യാറായില്ല. അതിനെന്നെ അത്രയ്ക്ക് അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യണ്ട. എനിക്ക് മറുപടി കൊടുക്കാൻ അറിയാം. അവൾ മുഖം തിരിച്ചു. എങ്കിൽ കാണാം, ഇസ ഒരു കള്ളച്ചിരിയോടെ പറഞ്ഞു. കാണാനൊന്നുമില്ല. എന്റെ അപ്പൻ എന്നെ നല്ല ആൺകുട്ടിയായിട്ടാണ് വളർത്തിയത്. കളരിയും കരാട്ടയും ഒക്കെ എനിക്കറിയാം. ആണോ? പക്ഷെ നിന്റെ അപ്പൻ വകതിരിവെന്ന സാധനം മാത്രം മോൾക്ക് പറഞ്ഞു തരാൻ മറന്നുപോയി. അതാണ് നിന്റെ പ്രശ്നം. വകതിരിവില്ലാത്തത് എനിക്കല്ല. ഓക്കെ, നിനക്ക് എന്താ ഇപ്പോൾ ക്രെഡിറ്റ് വേണം? അതല്ല നിന്റെ പ്രശ്നം. ഗാഢമായ ഒരു ആലോചനയോടെ ഇസ അവളോട് അത് ചോദിച്ചു. ആണെങ്കിൽ എനിക്കൊന്നുമില്ല. പക്ഷേ നിനക്കൊരു അവസരം തരാം. എന്തവസരം? അവൾ കണ്ണുകൾ ചുരുക്കി അവനോട് ചോദിച്ചു. കാര്യം സിമ്പിൾ. ഈ കേസ് ഒന്നുമായിട്ടില്ല. ഇനിയാണ് തുടങ്ങാൻ പോകുന്നത്. അനാർക്കലി മാഡം മിസ്സിംഗ് അല്ലേ നിന്റെ? അവരുടെ കേസ് അത് തെളിയിക്കാനുള്ളത് ഈ കോളേജിൽ തന്നെയുണ്ട്. അവരുടെ പാർട്ട്ണർ പല്ലവി അവരുടെ കൈ അഴുകിയ അവസ്ഥയിൽ ഇന്ന് കിട്ടി. അവൾ ശ്രദ്ധയോടെ അവൻ പറയുന്നതെല്ലാം കേട്ടു നിന്നു. നിനക്ക് നിന്റെ കഴിവിൽ വിശ്വാസമുണ്ടെങ്കിൽ തുടങ്ങിക്കോ. ഈ നിമിഷം മുതൽ അന്വേഷണം എനിക്കാണോ നിനക്കാണോ കഴിവും ബുദ്ധിയും എന്നറിയാലോ. സമ്മതിച്ചു. ഈ വെല്ലുവിളി ഞാൻ സ്വീകരിച്ചു. സാറിനേക്കാൾ ഒരു മിനിറ്റ് മുന്നേ ഞാൻ പ്രതികളെ കണ്ടുപിടിച്ചിരിക്കും. നോക്കാം. അത് പറഞ്ഞുകൊണ്ട് ഇസ അവൾക്ക് നേരെ കൈ നീട്ടി. അവളും അവന്റെ പരിക്കനായ വലിയ കൈയിൽ തന്റെ വിരൽ ചേർത്ത് വെച്ചു.